ചേട്ടൻ അപ്പം ഇന്ന് മയോണൈസ് ഉണ്ടാക്കാൻ പോവാണേ. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിന്ന് മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് 2 കോഴിമുട്ട ആണ്. 2 കോഴിമുട്ട നമ്മൾ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അല്ലടാ. നല്ല പുഴുങ്ങട്ടെ, ഇത് നമുക്ക് കാണാം ഗൈസ്. അപ്പം ഇത് ചളച്ചിട്ടുണ്ട്. ഓഫാക്കടാ, പിടിച്ചോ ക്യാമറ പിടിക്കണ, ക്യാമറ പിടിക്കണ. ഇവിടോട്ട് വെക്ക്, അവിടെ വെക്ക്. ഇനി ക്യാമറ പിടി. നമ്മുടെ മുട്ട ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കിപ്പം കാണിച്ചു. ഓക്കെ, മുട്ട വെന്തു. അതിനി നമ്മളാണെങ്കിൽ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇനി മിക്സിയിൽ അരയ്ക്കണം. അട്ട പോലെ ചേട്ടാ ഗൈസ്, നമ്മളിപ്പം കിങ്ങിണി അരിക്കുമായിരുന്നു. കിങ്ങിനെ താഴോട്ട് ഇറക്കാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല, അവിടെ വന്നില്ല. അപ്പോൾ ഭയങ്കര ചൂട് വെള്ളമായിരുന്നു. അവിടെ ഇച്ചിരി വെള്ളം കാണും. എനിക്ക് ദാഹിക്കുന്നു. ഞങ്ങൾ ഇതുവരെ നേരം റോബ്ലോക്സ് കളിക്കുകയാണ്. പിന്നെ നമ്മൾ റോബ്ലോക്സിൻ്റെ വീഡിയോ ഇടും, നമ്മൾ കളിക്കുകയും ചെയ്യും അല്ലേ. നിങ്ങൾക്ക് ബ്രൂഫ് ഗെയിം അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ മുട്ടക്കുട്ടനെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി തണുക്കട്ടെ. തണുത്തിട്ട് നമ്മൾ ഇനി ബാക്കി പൊട്ടിക്കാൻ പോവുക. ഇവിടെയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ മുട്ട എടുക്കാൻ പിന്നെ കൈ വിസ്മയുടെ മുട്ടക്കിരിക്കാനാണ്. മുട്ട പൊട്ടി. അത്ര നേരം പുഴുങ്ങാൻ പറ്റാൻ പിന്നെ പൊട്ടാതിരിക്കും. അത് നമ്മൾ വലിയ കരുത്തി വിചാരിച്ചത് വെന്തല്ലേ? ശരി നമുക്ക് വെന്തിട്ട് കാണാം. ആണ് തിന്നാൻ പോകുന്നത്. നമ്മൾ കുഴിമന്തി മയോണൈസ് ചിക്കൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട വെന്തില്ല, നമ്മുടെ കുഴിമന്തി റൈസ് ചൂടാ. അതിൻ്റെ സാധനങ്ങൾ കൊണ്ടിരിക്കുന്നത്. അതേ മയോണൈസ് തീർന്നുകൊണ്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നി ഈ ചേട്ടൻ അന്ന് സാധനം ഇല്ലാതെ ഒരിക്കലും ഉണ്ടാക്കത്തില്ലെന്ന്. ചേട്ടനെ എനിക്കറിയാം. ചേട്ടൻ അളക്കുവാണ്. കുഴിമന്തി ചീനിച്ചട്ടിലിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് 3 ദിവസമായിട്ട് എടുത്തു. 2 ദിവസം. ചേട്ടൻ പിന്നെ 3 ദിവസം എന്ന് പറഞ്ഞു. ശരിക്കും കഴിച്ചത് വേഗം ശരിക്കും കഴിച്ച് ഇന്നലെ മേടിച്ച ചേട്ടൻ എനിക്കൊരു ചലഞ്ചാണ്. മീൻ നോക്കത്തില്ല, അതാണ് ചേട്ടൻ ഇട്ടാണ് വരാഞ്ഞത്. കണ്ടു. വാവ്, മീൻ പ്രസവിച്ചോന്നൊരു ഡൗട്ട്. എന്തെങ്കിലും ആട്ടെ. ചേട്ടൻ മീൻ നോക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. നോക്കട്ടെ, മീനെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. മീനൊക്കെ ഉണ്ട് ഏകദേശം. ചേട്ടൻ്റെ ഇച്ചിരിയൊക്കെ ഉണ്ട്. ചേട്ടനവിടെ അളക്കുവാണ്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തുവായി? മീൻ പ്രസവിച്ചതൊന്നുമില്ല. പ്രസവിച്ചു ഫ്ലാറ്റൊക്കെ ഒരെണ്ണം കൂടെ ഉണ്ട്. 2 എണ്ണം പ്രസവിച്ചാണെന്ന് തോന്നില്ലേ. എന്നയിലോട്ടെ ചേട്ടാ മൊത്തം ഉണ്ടോ? ഓക്കെട്ടെ. ചേട്ടൻ എവിടുത്തെ ഇളക്കുവാണ്. ഇളക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോയി കഴിഞ്ഞാൽ സ്ഥലമല്ല, ഈ വീട്ടിൻ്റെ വരെ ഒരു തേക്കിൻ്റെ കാര്യം പറയാം. ഈ സമയം നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട്. എന്താ ഡയറക്റ്റായിട്ട് അതാ മന്തി എന്തെങ്കിലും വന്നെന്നറിയാം അല്ലേ. മുട്ട പോയാൽ നമ്മളെ മുട്ടയാകും. ഇനി മുട്ട പൊട്ടിക്കുന്ന മുട്ട എന്തിനാ? മയോണൈസ് അല്ലേ. വെള്ളത്തിന് ചൂടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ചേട്ടനാട്ടെ. ഇതെൻ്റെ മുട്ട ചോദിച്ചാ നമുക്കൊരു സാധനം എടുക്കാം. സാധനം എടുത്തിട്ട് കാണാം. എന്തുവാ ഗൈസ്, ചേട്ടൻ ജാറെടുക്കാൻ പോയതാ. ജാറ് ചേട്ടൻ എടുത്ത വലിയ ജാറാണേ. മുട്ടയൊക്കെ വേണം ഗൈസ്. അതൊക്കെ അതൊക്കെ അരച്ചെടുക്കണ്ടേ മയോണൈസിന്. അതാണ്. അല്ല ചേട്ടാ, ഇതിൻ്റെ മഞ്ഞ എടുക്കല്ലേ കേട്ടോ. അവര് പറഞ്ഞു ഗൈസ്, ഞങ്ങൾ ഷോർട്സിലിരുന്നു. ചേട്ടൻ ഇതിപ്പോൾ ഉപയോഗിക്കാറില്ലേ?
എന്ത് ഇത് ജാറോ ഉണ്ട്. ക്യാമറ ചെറിയ വീട്ടിലിങ്ങനെ ഗൈസ് അപ്പം നമ്മൾ കഴുകി നോക്കിയിട്ട് മുട്ട പൊട്ടിക്കാം. അവിടെ നീ പിടിക്കണം പ്ലീസ്. പ്ലീസ് ആണ് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മുട്ട തോന്നുന്നു കറക്റ്റ് പരുവമാണ് കിട്ടിയത്. അയ്യോ ഈ പരുവ വേണ്ട, വെന്തില്ല, കറക്റ്റായിട്ട് വെന്തില്ല. കറക്റ്റ് പരുവാണ് കിട്ടിയത്. എന്താ ഇങ്ങനെ വേണ്ട. അതിനകത്തുള്ള മഞ്ഞ കണ്ടോ? നല്ല ചൂടുണ്ട് ഗൈസ്. ചേട്ടാ അതിന് മഞ്ഞ മഞ്ഞ വേണോടാ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് പൊളിച്ചിട്ട് മിക്സിക്ക് എത്തിയിട്ടുള്ളൂ. ഗൈസ് ഇനി ചേട്ടൻ അതിന് ആവശ്യമുള്ള വെളുത്തുള്ളി എടുക്കുകയാണേ. വെളുത്തുള്ളി അത് തന്നെ. മൊത്തം തെറ്റാണ്. ചേട്ടൻ എന്തോ ഇപ്പം പറഞ്ഞു? ഇതൊക്കെ നമ്മുടെ ഒറ്റ വെളുത്തുള്ളി. പിന്നെ അല്ല, ഇനി വേറെ വല്ല വേണം? വേറെ വിനാഗിരി. ഗൈസ് നമുക്കിത് പൊളിച്ചിട്ട് കാണാം. അതെ ഗൈസ് ചേട്ടൻ ഇട്ട് ഞാൻ തിന്നു നോക്കിയതാ. വെളുത്തുള്ളി എന്ത് വെളുത്തുള്ളി? വെളുത്തുള്ളി ഇട്ടില്ല. ഇട്ടില്ലേ? അത് ശരി. എല്ലാ ആവശ്യം ചേട്ടാ തിന്നണ്ടേ? എന്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ആർക്കാ? വെളുത്തുള്ളിക്ക് ടേസ്റ്റ് ഒക്കെ വിചാരിച്ചിട്ടില്ലേ? ബെസ്റ്റായിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുകയാണെ അതാ. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം അതാണ്, കമന്റ് ചെയ്യണേ. ഞങ്ങൾക്ക് റോബ്ലോക്സാ ആണോ ചേട്ടാ? അയ്യോ ഇട്ട്. അതിനെന്താ? എന്താ തുള്ളി എന്തോ തെളിയോടെ ഇട്ട? പിന്നെന്താ? നമുക്കിത് ഇട്ടിട്ട് കാണാം. അപ്പോൾ ചേട്ടൻ വെളുത്തുള്ളി ഇട്ടോ? ഇല്ല ഗൈസ്, നമ്മളിനി ഇടാൻ പോവാണേ. ഇട്ട് ഗൈസ് ഇട്ടു. ഉണ്ടോ? ഇനി നമുക്ക് വേണ്ട വിനാഗിരി. വിനാഗിരി വേണം. വിനാഗിരി ഉണ്ടോ ചേട്ടാ ശരിക്കും? അതേ ഇരിക്കുന്നു വിനാഗിരി കൊട്ടെ. ഇച്ചിരി എണ്ണയാണോ അത്? അതെന്തുവാ അപ്പോൾ അത്? വിനാഗിരി എനിക്ക് വന്ന് പിരിയാനായിരിക്കും. നാരങ്ങ നമുക്ക് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 1.25 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ടിട്ടുണ്ട്. കണ്ട സെറ്റായിട്ടുണ്ട്. പക്ഷെ മണം സഹിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല എൻ്റെ മണം മുട്ടയുടെ. ഗൈസ് ചേട്ടനാണെങ്കിൽ ഷോ ഇറക്കാൻ വേണ്ടി കിടന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ ഓഫ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ചേട്ടൻ മണ്ടാനാണെങ്കിൽ ഞാൻ പറഞ്ഞേ ചേട്ടൻ പറയാം പന്നലാണ് നീ നല്ല എണ്ണ പാമ്പുമ്മടെ ചമ്മിയും പോയി. ഗൈസ് ഇച്ചിരി എണ്ണ ആവശ്യത്തിനുണ്ട്. ഉണ്ടായിരിക്കും. ഇന്ന് നമുക്ക് എന്തെങ്കിലും മിക്സി ജാർ ഇട്ടിട്ട് അരിച്ച് നോക്കാം. ഇടുന്നാ നോക്കി പറയാം ഗൈസ്. ഒരു ചടങ്ങ് നടക്കാൻ പോണേ. അതെ നമുക്കിനി ചടങ്ങ് എങ്ങനെയാണോ ഫസ്റ്റ് ഇങ്ങനെ ഐസ് ഇത് വെച്ചിട്ട് ഇച്ചിരി ഒന്നും കലക്കത്തില്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആക്കും. പിന്നെ അത് റെഡി ആക്കിയിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കാം. ഇത് ചടങ്ങാ കഴിച്ച് ഇങ്ങനെ വെക്കുന്നത്. ആയോ? ഓണാക്കി നോക്ക്, എപ്പോൾ അറിയാം. തെറിച്ച് പോവല്ലേ, നല്ല മുറുക്ക പിടിച്ചോ. ഇരുന്നില്ലേ? ഗൈസ് ഇതുവരെയായിട്ട് ഇരുന്നില്ല. ഗൈസ് എന്നാലും മന്തി ഉണ്ടോ? ഞാൻ ചിക്കനാ ഉണ്ടായിരുന്നു സെറ്റാണെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ഡൗട്ടും തോന്നിയില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് അറിയാം മന്തി. ഇത് ചടങ്ങായിരുന്നു. എവിടെ നിന്ന് എവിടെയും മേടിച്ചത്? പാനസോണിക്കാ. ഞങ്ങളുടെ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഒക്കെ പാനസോണിക്കാണ് ഗൈസ്. എല്ലാം പാനസോണിക്കാ. നിങ്ങളുടെ പിന്നെ ഗൈസ് ചേട്ടൻ്റെ സോണിയുടെ ടി വിയാണ് വലിപ്പമുള്ളത്. നമ്മുടെ അതിൽ ഇച്ചിരി ചെറുതാ. പക്ഷേ സ്മാർട്ട് ടി വി യൂട്യൂബ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. എന്തെങ്കിലും ചേട്ടാ പെട്ടെന്ന് നോക്ക്. ഗൈസ് ചേട്ടൻ അതൊന്നും തിന്നാഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഗൈസ് ഓണായി. അപ്പോൾ ഗൈസ് ഇത് ഓണാവട്ടെ. അത് മയോണൈസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. സോറി ബൈ ബൈ എന്നല്ലായിരുന്നു. കാണാം. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് മയോണൈസ്. കണ്ടോ ഗൈസ്? ശരി, പ്രശ്നമുണ്ട് വെള്ളം പോലെ. അതാ ഗൈസ് പ്രശ്നം. ഇത് തൊട്ട് നിറയ്ക്കാം. ഇതിനകത്തോട്ട് നിറയ്ക്കാം നമുക്ക്. ഇത് മറ്റേ മയോണൈസാണ്. അതിലോട്ട് നമുക്ക് നിറയ്ക്കാൻ പോവാണ്. ഒന്ന് ഒഴിച്ചു തരാം. എങ്ങനെ ഒഴിക്കണേ? ക്യാമറ പിടിച്ചോണ്ട്
നീ പിടിച്ചോളൂ. ഒന്നും കൂടെ അടിയാനുണ്ട്. എന്തോ സാരമില്ല. ഇനി എന്ത് ചെയ്യൂലടാ? നമ്മുടെ ഇനി എന്ത് ചെയ്യാനാ ചേട്ടാ? വെച്ചിപ്പോൾ സെറ്റ് മയോണൈസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ചേട്ടാ പിന്നെ ബെസ്റ്റ് കുക്കർ ഉണ്ടാ വേണ്ട പറയണ്ടല്ലോ. നമ്മുടെ അല്ലേ ചേട്ടൻ. വിട് കട്ടി. അപ്പോൾ കഴിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടേ. എടുത്തങ്ങ് ഇടാം. മോന്ത. ഓ കഴിച്ച് എല്ലാം കൂടെ ആയപ്പോൾ നല്ല മണം കഴിച്ച് നമ്മൾ ചൂടാക്കി. ഇപ്പോൾ നല്ല കടയിൽ നിന്ന് മേടിച്ച പോലെ നല്ല ചൂടായിട്ടുണ്ട്. കണ്ട് ഇത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല റൈസൊക്കെ നല്ല മന്തി റൈസ്. നമ്മുടെ മയോണൈസ് ഉണ്ട് അവിടെ സ്പെഷ്യൽ യോ എനിക്കിനി ഇത് കവർ ചെയ്യുന്ന കഴിയാം. പഠിക്കുക അതല്ലേ രസം. മതി. ഒഴുക്കി എൻ്റെ മോനെ കിടിയില. വെളിയൊക്കെ ഇതിപ്പോൾ അവിടെ വെക്കും. ഒരു പ്ലേറ്റ് കൂടെ എടുക്കട്ടെ അല്ലേ? അതാ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. ഇതല്ല ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെന്തോ വെച്ചിട്ട് പൊളി ഫ്ലേവർ ഉണ്ട്. ഇത് പിന്നെ കഴിച്ചു. ഇത് നമ്മൾ കടന്ന് മേടിച്ച ഈ മയോണൈസാണ് നമ്മുടെ ഹോം മെയ്ഡ്. ഇനി സോസിൻ്റെ എൻട്രി. അങ്ങനെയൊക്കെ ഇല്ലേ? കൊതി പിടിപ്പിക്കായിരിക്കും. ഗൈസ് നമ്മളൊക്കെ കുറേ വീഡിയോ കണ്ട് കൊതിക്കുന്നതാണ്. ഇപ്പോഴാണ് നമുക്ക് തിന്നാനുള്ള ഒരവസരം. നമ്മൾ പൊളിക്കും. അയ്യോ ഇനി അല്ല നമുക്ക് കഴിക്കണം. ഞാൻ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. നോക്കി എനിക്കെന്താ ഏട്ടായി തിരിച്ചു പിടിച്ചോ മാറ്റു ബായ്. ഓ സത്യം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ ബൈ.